ഇതെങ്ങനെ ഒരാളുടെ തലയിൽ പിന്നെ ഈ ഒരു സാധനം വരെ ഇത്രയും ക്ലാരിറ്റിയോട് വരാൻ എങ്ങനെ വന്നേ? അത് സ്ക്രിപ്റ്റ് കോൺസെപ്റ്റ് വന്നതിന് ശേഷം പിന്നെ അതിന് ഒരുപാട് പേര് ചേർന്നാണ് ഇതിന്റെ വാല്യൂ. സീൻ ഓർഡർ ഫുൾ ആയിട്ടുണ്ട്, സീനിൽ നടക്കുന്ന സംഭവമുണ്ട്, പിന്നെ ജാം ചെയ്യുമ്പോഴത്തേക്കും വരും എല്ലാവരും എന്നിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫൈനലി ആക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ആക്ടേഴ്സ് അവര് സംഭവം എക്സ്പ്ലോർ ചെയ്യും. അപ്പൊ എവറി സ്റ്റേജ് സംബഡി ഇസ് ആഡിങ് വാല്യൂ ടു ഇത്. അപ്പൊ എനിക്ക് അതിൽ കുറെയൊക്കെ ചൂസ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്തെങ്കിലും ഒരു സാധനം കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഇതിനെ ബെറ്റർ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഐഡിയ ഒരാൾക്ക് ഐഡിയ ഉണ്ടാവുക പറയുന്നത് to some point is very easy. Ideas we have a lot. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട്. So what was the most struggling part for you when you were executing this idea? For me to get a producer ആയിരുന്നു ഇതിന്റെ ടഫസ്റ്റ് പാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. രണ്ട്, ഞാനും നിരഞ്ജും ഇതിലെ ഇൻഡിവിജ്വൽ പാർട്ടാണ്. നമ്മൾ രണ്ടുപേരുമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു വയബിലിറ്റി ഒരു ലെവൽ വരെ ഉള്ളു, നിരഞ്ജനും വയബിലിറ്റി ഒരു ലെവൽ വരെ ഉള്ളു. അപ്പൊ നമ്മൾ രണ്ടുപേരും ചേർന്നാലും വരത്തില്ല. പിന്നെ രജിഷയും കൂടെ ആഡ് ചെയ്തു. രജിഷ വന്നാലും ഇതിന് വയബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദ കോൺസെപ്റ്റ് ഹൈ കോൺസെപ്റ്റും. അപ്പൊ ഇത് ഒരു ബിസിനസ് പരമായിട്ട് ഇതിനെ എങ്ങനെ, അതായിരുന്നു നോട്ട് മോർ ദാൻ ദി ഐഡിയ പാർട്ട്. ഇതായിരുന്നു ഏറ്റവും ടഫസ്റ്റ് കച്ചവടം. കമേഴ്ഷ്യൽ How did you come to casting Niranjan and Salim? ഞാൻ ആൻഡ് ബേസിക്കലി അജയ് മേനോന്റെ ഒരു വീഡിയോയില് ആനെ കണ്ടിട്ടുണ്ട്. ഞാൻ വേറൊരു ഫിലിം അവരുടെ കൂടെ ചെയ്യാതിരുന്നപ്പോഴത്തേക്കും പപ്പായനോട് ചെയ്യാറുണ്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ കളറിസ്റ്റ് നമ്മൾ ആൻ ഇങ്ങനെ കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കളറിസ്റ്റ് കുറെ വീഡിയോസ് കാണിച്ചത്, കാൻപ്രോ എന്ന് പറഞ്ഞു. അപ്പോ നമ്മളിരുന്ന് ഇവരുടെ ഇത് കണ്ടു, നായകന്റെ വീഡിയോ കണ്ടു. എന്നിട്ട് ഐ സ്പോക്ക് ടു ശംഭു. അപ്പൊ ശംഭുവും പറഞ്ഞു സംശയം ഉണ്ടായിരുന്നു എനിക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ശംഭു ശംഭു പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു മോളിൽ വെച്ചും കണ്ടു, അപ്പൊ നേരിട്ടും കാണാൻ പറ്റി. അപ്പൊ ആ പ്രോസസ്സിന്റെ ഇടയിൽ തന്നെ നേരിട്ട് കണ്ടത്. പിന്നെ വിശേഷം ഇതിന്റെ ഇടയിൽ കണ്ടപ്പോ ഓൾ ദീസ് ഫാക്ടേഴ്സ്. പിന്നെ ഞാൻ ഈ മുടിയുടെ ഈ സൈഡ് വെട്ടുമ്പോഴത്തേക്കും ജോലൈനൊക്കെ നല്ല ഇരിക്കുന്ന ഒരാളെ അങ്ങനെ നോക്കി. അപ്പൊ അഭിനയല്ല ഇതിലെവിടെ അഭിനയം വരുന്നില്ല സാർ. ആക്ച്വലി പറഞ്ഞ നായകൻ എന്ന ഒരു ഹിറ്റ് ഷോ ആയിരുന്നു. അതിലൊരു സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഞാൻ എലിമിനേറ്റ് ആയി. ഓർ സെക്കൻഡ് എനിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അതൊരു വൺ ഓഫ് ദ പോപ്പുലർ ആൾക്കാരിൽ നിന്ന് ഒരാളായിരുന്നു ആൻസലി എന്ന് പറഞ്ഞൊരു പെർഫോമർ അതിൽ. സോ ഒബ്വിയസ്ലി അത് കഴിയുമ്പോൾ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യില്ലേ, ഓ ഇനിയിപ്പോ ഞങ്ങൾ ഫുൾ സിനിമ ആയിരിക്കും എന്നുള്ളൊരു സാധനമായിരിക്കും. ആൻഡ് evidently you took a little more time to reach there. So how was that part? How did you deal with that struggle? എനിക്ക് അന്ന് കുറച്ചും കൂടെ ചെറുപ്പമായിരുന്നു. അല്ല, ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ന്യൂ. അപ്പം നമ്മൾ വിചാരിച്ചു, ബിക്കോസ് ഭയങ്കര ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, കുറെ മെസ്സേജസ്, എവറിത്തിങ് വാസ് ന്യൂ. അപ്പം സെറ്റായി, ഇനി ഞാനും മീനാക്ഷിയും ഒക്കെ സെറ്റായി, ഇനിയിപ്പോ എന്ത് നോക്കാന്നൊക്കെ ആയിരുന്നു. അടുത്ത ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ്, ഈ മൂവീസ് ഒക്കെ ഇവരുടെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതന്നെയാണ് ഇതിന്റെ ഒരു രീതി. ദ ജേർണി ഈസ് ഡിഫറെന്റ് ഫോർ എവ്രി വൺ. ലൈക്ക് ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. അതില് ഓരോ ആൾക്കാരുടെയും എടുത്തു നോക്കണേ, ഒരാള് നേരത്തെ ആയി, ഒരാള് 6 years എടുത്തു. ബട്ട് ഐ തിങ്ക് ബോത്ത് ഓഫ് ദം ആർ ലൈക്ക് ഈക്വലി ടാലന്റഡ്. അപ്പം അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. എവറിത്തിങ് ടേക്സ് ടൈം, ജസ്റ്റ് ബി പേഷ്യന്റ്. How was coming to Mastiska Varma? ഭയങ്കര ഫൺ ടീമാണ്, ഫൺ സ്റ്റോറി, ഫൺ പെർഫോമൻസസ്. ഇല്ല, ഉണ്ടാവില്ല സത്യം. അപ്പം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ടു ബി വർക്കിംഗ് വിത്ത് കൃഷാന്ത്. അതിൻ്റെ കൂടെ ഇത് പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനത്തെ ഒരു കഥ. അപ്പം ആൻഡ് ഐ തിങ്ക് ഇതില് വി ആർ നോട്ട്, ഇപ്പൊ കാസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണ്, എല്ലാരെയും അറിയാം. അങ്ങനെയാണ് ഇവിടെ ഒരു പരിപാടി. എനിക്കിത് ആദ്യമായിട്ടാണ്. സോ ദിസ് ഫീൽസ് ഭയങ്കര പേഴ്സണൽ ഫോർ മീ. കമ്മിങ് ടു നിരഞ്ജ്, you were like അഞ്ഞാട്.
Because I've seen a lot of other movies of yours. പോരാ ഓക്കെ I feel like this was where you know, broke out as a character, as an actor. ഒരു ആക്ടർ എന്ന രീതിയിൽ ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് അഭിനയിച്ച ആദ്യത്തെ ക്യാരക്ടർ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഹൗ വാസ് യുവർ ജേർണി? ഫ്രം ദ ഗെറ്റ് ഗോ എനിക്കൊന്നും അത് കേട്ട സമയം നമ്മുടെ 4 സംഘം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണൻ ഈ ഐഡിയ പറഞ്ഞപ്പം വേറെ ആരും ഇത് ചിന്തിക്കില്ല. ഇത് എങ്ങനെ ഐ ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്നുള്ള സാധനം വന്നിട്ട് എന്നെ പിന്നെ കൃഷ്ണനോട് വർക്ക് ചെയ്യുന്ന ദ ബെസ്റ്റ് സോറി ഭയങ്കര അടിപൊളിയാണ്. കാരണം പുള്ളിയുടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആക്ടേഴ്സിന്റെ എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തതായിട്ട് തോന്നിയില്ലേ ഇവള് പോലും. അപ്പം അതിന് മെയിൻ റീസൺ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. എന്തുകൊണ്ടും ചെയ്തോളാം പറയും. നമ്മുടെ ആ സ്പോട്ടിൽ അപ്പൊ തന്നെ പറയുകയും ചെയ്യും ദാറ്റ്സ് ബാഡ്, ഭയങ്കര ബാഡാണ് ചെയ്യരുതെന്ന് പറഞ്ഞ ഐഡന്റിറ്റി മാൻ ഉണ്ട്. വേറെ എന്തൊക്കെ ഉണ്ട് അവിടെ എല്ലാരും ഇപ്പൊ കുടുംബത്തിൽ ഒതുക്കി പഠിക്കണം, അല്ലാതെ നാട്ടിലുള്ള കഴപ്പന്മാരല്ലേ പഠിക്കുന്നത്. ഞാനിപ്പം വീട്ടിൽ വരുന്ന മറ്റേ മാമന്മാരടുത്തൊക്കെ മാൻ എന്താ മോനെ അല്ല സോറി മാമൻ ഒരു കുറെ പാർട്ട് ഓഫ് ദ മൂവീസില് when your scene was there, എനിക്ക് ഭയങ്കരമായിട്ട് രാജേഷന്റെ similarities തോന്നി. പൃഥ്വിരാജന്റെ കാര്യം പറയുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. ഭയങ്കര സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ? നമുക്കൊരു സീൻ രജിഷയുടെ ആ റൂമിന്റെ അകത്ത് ആ ബോഡി കാണുമ്പോഴത്തേക്കും ഒരു വൈഡ് ആംഗിൾ സീൻ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എവ്രിബഡി ഇസ് ലൈക്ക് ഇത് കുഞ്ഞിന്റെ പേര് മല ആ സാധനം തോന്നി. പിന്നെ ഞാനും വിചാരിച്ചു അത് കട്ട് ചെയ്യണ്ട, ലൈക്ക് അത് നമ്മള് അതിനെ എംബ്രേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന്. ജെനറ്റിക്സ് അല്ലേ അത് നമുക്ക് ഇമ്മാതിരി ജെനറ്റിക്സ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഇനി അത് വിറ്റ് ജീവിക്കണം.